ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നലെ ഞാനൊരു ബട്ടർ സ്കോച്ച് ഐസ്ക്രീമിൻ്റെ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കമൻ്റായിട്ടും അതുപോലെ പേഴ്സണലായിട്ടും ഒക്കെ അതിൻ്റെ ഫുൾ വീഡിയോ, അതായത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മെഷർമെൻറ്റും കാര്യങ്ങളും ഒക്കെ പറയുന്നൊരു വീഡിയോ ചെയ്യുമോ അല്ലെങ്കിൽ ഇടുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു റെസിപ്പി വീഡിയോ ആയിട്ട് ഇട്ട ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യമായിട്ട് ഞാനിവിടെ ബദാമാണ് എടുത്തിട്ടുള്ളത്. ഇത് വെള്ളത്തിൽ കുതിർത്തിയിട്ട് അതിൻ്റെ തൊലി കളഞ്ഞതാണ്. സംഭവം എന്താ വെച്ചാൽ നമുക്ക് കാഷ്യൂനട്ടാണ് വേണ്ടത്, പക്ഷേ എൻ്റെ അടുത്ത് അതില്ലാത്തതുകൊണ്ടാണ് ഞാൻ ബദാം എടുത്തത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് കാഷ്യൂനട്ട് ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി. പിന്നെ 4 സ്പൂണ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കുക. ഒട്ടും വെള്ളം ചേർക്കണ്ട, എന്നാൽ മാത്രമേ നല്ല കാരമലായിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പം നന്നായിട്ട് കാരമലൈസ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച ബദാം അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് ഒരു പ്ലേറ്റിലാണെങ്കിൽ പ്ലേറ്റിൽ ജസ്റ്റ് നെയ്യ് തടവിയിട്ട് അങ്ങനെ സെറ്റാകാൻ വെക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബട്ടർ പേപ്പറിൽ സെറ്റാകാൻ വെക്കാം. അത് വെച്ചിട്ട് ഒരു ഹാഫ് ആൻ അവർ അപ്പോഴത്തേക്ക് നമുക്ക് ഐസ്ക്രീമിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങാം. ഈ വിപ്പിംഗ് ക്രീം എന്ന് പറയുന്നത് ഞാൻ മുന്നേ കേക്ക് ഉണ്ടാക്കിയിട്ട് ബാക്കിയുള്ള വിപ്പിംഗ് ക്രീമാണ്. അപ്പോൾ അതെൻ്റെ അടുത്ത് ഉള്ളത് 2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു മെഷർമെൻറ്റിലാണ് ഞാൻ ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ 2 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. നന്നായിട്ട് ബീറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഒരുപാട് അങ്ങ് സ്റ്റിഫാക്കണ്ട, ആവശ്യത്തിനുള്ളൊരു സ്റ്റിഫ്നെസ്സിനോട് കൂടി ബീറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് എടുക്കേണ്ടത് കണ്ടൻസ്ഡ് മിൽക്കാണ്. കണ്ടൻസ്ഡ് മിൽക്ക് ഞാനിവിടെ എടുക്കുന്നത് 1/2 കപ്പാണ്, അതായത് 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നുണ്ട്. അതിപ്പോൾ നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് ചേർക്കാം. ഒരുപാട് മധുരം ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അതിനനുസരിച്ച് ചേർക്കാം. പിന്നെ പൊതുവേ നമ്മൾ ഈ ഫ്രിഡ്ജിലൊക്കെ വെക്കുന്ന സാധനങ്ങളാകുമ്പോൾ കുറച്ചധികം മധുരം ചേർക്കണം, കാരണം തണുക്കുമ്പോൾ അതിൻ്റെ മധുരം കുറച്ച് കുറഞ്ഞിട്ടാണ് വരുള്ളൂ. അപ്പോൾ കുറച്ച് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഒരുപാട് സ്റ്റിഫാക്കണ്ട കേട്ടോ. ഇനിയിപ്പോൾ നമുക്കൊരു ബട്ടർ സ്കോച്ചിൻ്റെ ആ ഒരു കളറിന് വേണ്ടിയിട്ട് യെല്ലോ കളർ ചേർക്കുന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി, നിർബന്ധമില്ല. അപ്പോൾ ഞാൻ ആ ഒരു ഒറിജിനാലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു കളർ ചേർത്തിട്ടുണ്ട്. പിന്നെ ബട്ടർ സ്കോച്ച് എസൻസും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് പിന്നെ നമുക്ക് സ്പാച്ചിൽ വെച്ചിട്ട് മിക്സ് ആക്കി കൊടുത്താൽ മതി. പിന്നെ എഗ് ബീറ്ററിൻ്റെ ആവശ്യമില്ല. ഇനി മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തിട്ട് സെറ്റാക്കിയാൽ നമ്മളെ ഐസ്ക്രീം ബാറ്റർ സെറ്റായി. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ ഒരു 8 മണിക്കൂറെങ്കിലും മിനിമം വെക്കണം. പിന്നെ ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. ഞാനിപ്പോൾ രാത്രി മൊത്തമായിട്ട് വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാനൊരു ഈവനിങ് ടൈമിലാട്ടോ ഇത് ഉണ്ടാക്കുന്നത്. അങ്ങനെ അപ്പോഴത്തേക്ക് നമ്മളെ ബദാമിൻ്റെ നമ്മൾ കാരമലൈസ് ചെയ്ത് വെച്ചത് അതിവിടെ സെറ്റായിട്ടുണ്ട്. കുറച്ചും കൂടി സെറ്റാവാനുണ്ടായിരുന്നു, അതാണ് എനിക്ക് പ്ലേറ്റിൽ നിന്ന് പെട്ടെന്നൊന്നും ഇളകി കിട്ടാത്തത്. നല്ല സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ ഇത് ഇളകി കിട്ടും. പക്ഷേ ഇതിപ്പോൾ കുറച്ചും കൂടി സെറ്റാകാനുണ്ട്. പിന്നെ നമുക്ക് ടൈമില്ലാത്തതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കുന്നതാണ്. മിക്സിയിൽ ജസ്റ്റ് പൊടിച്ചെടുക്കുന്നതെങ്കിൽ അങ്ങനെ പൊടിച്ചെടുക്കാം. പക്ഷേ ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ശ്രദ്ധയിലൊക്കെ ആണെങ്കിൽ ഒരുപാടങ്ങ് പൊടിഞ്ഞു പോകും. അതുകൊണ്ട് ഞാനിത് ഒരു കവറിലിട്ടിട്ട് ഇങ്ങനെ പൊട്ടിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അത് മൊത്തം ഞാൻ പ്ലേറ്റിൽ നിന്ന് അടർത്തിയെടുത്തിട്ട് ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാടങ്ങ് പൊടിക്കണ്ട, നമുക്കതിങ്ങനെ കടിക്കാൻ കിട്ടണം. ഈ ഐസ്ക്രീമിൽ നിങ്ങൾ ബട്ടർ സ്കോച്ച് ഐസ്ക്രീം കഴിച്ചിട്ടുണ്ടാവില്ലേ, അപ്പം അതിൽ കാണില്ല, അതുപോലെ ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ അതിങ്ങനെ മുട്ടിയെടുക്കാം. എനിക്ക് സാധാരണ ഇതിൽ എന്ത് സാധനമായാലും ചോക്ലേറ്റിൻ്റെ ഫ്ലേവറാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ ബട്ടർ സ്കോച്ചൊക്കെ ഞാൻ 2-3 പ്രാവശ്യം കഴിച്ചിട്ടുണ്ട്. 2-3 അല്ല, കുറേ പ്രാവശ്യം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഏതായാലും ബട്ടർ സ്കോച്ച് ഐസ്ക്രീം ഉണ്ടാക്കാമെന്ന്. അങ്ങനെ ഉണ്ടാക്കിയതാണ്. പിന്നെ വെച്ചാൽ കഴിഞ്ഞ് ഞാൻ ചോക്ലേറ്റിൻ്റെ ഐസ്ക്രീം ഉണ്ടാക്കിയിട്ട് വീഡിയോ ഇട്ടപ്പോൾ അതിന് ഒരുപാട് ഫോൾട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നികത്തിയിട്ട് ഒന്നും കൂടി ഒന്ന് ഉണ്ടാക്കി നോക്കണമെന്ന്, നമ്മളെ തെറ്റുകൾ തിരുത്തിയിട്ട് നമ്മൾ ഉണ്ടാക്കി നോക്കാനൊരു ആഗ്രഹിക്കുമല്ലോ. അപ്പോൾ ആ ഒരു ഇതും കൂടി വെച്ചിട്ടാണ്, ആ ഒരു ടാർഗറ്റും കൂടി ഉണ്ട് എൻ്റെ മനസ്സിൽ. ഈ പ്രാവശ്യം എന്തായാലും സെറ്റാക്കി എടുക്കണം, ഒരു കുറവും പറയാത്ത രീതിയിൽ. അങ്ങനെ വിചാരിച്ചിട്ട് തന്നെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് പൊടിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് എല്ലാത്തിലും ആ ഒരു ഒറിജിനാലിറ്റി തന്നെ കിട്ടണമെന്നുള്ള രീതിയിലാണ് ഞാൻ ചെയ്തത്. എന്നിട്ട് അതിന് കുറച്ചെടുത്തിട്ട് നമുക്ക് മിക്സിൻ്റെ ഒപ്പം ഇട്ട് കൊടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് എന്താക്കുക, ഒരു ഐസ്ക്രീമിൻ്റെ പാത്രം ഉണ്ടെങ്കിൽ അതിലേക്ക് തന്നെ മാറ്റി കൊടുക്കുക. അത് എല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും കണ്ടെയ്നറിൽ മാറ്റി കൊടുത്താലും മതി. ഇപ്പോൾ എൻ്റെ അടുത്ത് 1 ലിറ്ററിൻ്റെ ഐസ്ക്രീമിൻ്റെ ബോക്സ് ഉണ്ട്. അപ്പോൾ ആ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്ത്, പിന്നെ എനിക്കെന്ന് വെച്ചാൽ ഈ ഒരു 2 കപ്പ് വിപ്പിംഗ് ക്രീമും ഉണ്ട്, 1 ലിറ്ററിൻ്റെ പാത്രത്തിൽ നിറച്ചായിട്ടും കിട്ടി. അതുകൂടാണ്ട് 1/2 ലിറ്ററിൻ്റെ ഒരു പാത്രത്തിലും കൂടി ഞാനിത് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു 1/2 ഭാഗം വരെ
എനിക്ക് ഐസ്ക്രീം കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2 ബോക്സിലായിട്ടാണ് ഞാൻ ഇത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ മേലെ നമ്മൾ ആ ഒരു കാരമലൈസ് ചെയ്ത് അതിട്ട് കൊടുക്കുക. അപ്പം നന്നായിട്ട് ഇത് മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ നന്നായിട്ട് അടിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടില്ലേ ഈ ഐസ്ക്രീം നമ്മൾ വാങ്ങിക്കഴിഞ്ഞിട്ട് ഒരിക്കൽ എടുത്തു കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് എടുക്കുമ്പോഴത്തേക്കും കുറേ അങ്ങ് മെൽറ്റായി പോയിട്ട് ആ ഒരു ലെവലിൽ മാത്രമേ ഇത് പിന്നെ ഉറക്കുകയുള്ളൂ. അതുകൊണ്ട് നന്നായിട്ട് അടച്ച് വെക്കുക. അപ്പോൾ ഇതുപോലെ 2 പാത്രത്തിലായിട്ട് ഞാൻ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ 2 ബോക്സും നന്നായിട്ട് അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രീസറിൽ വെച്ച് കൊടുക്കാം. ഒരു 8 മണിക്കൂറാണ് മിനിമം ടൈം എന്ന് പറയുന്നത്. അതിൽ കൂടുതൽ വെച്ചാൽ അത്രയും നല്ലത്. അപ്പോൾ ഞാനിത് ഓവർനൈറ്റാണ് വെക്കുന്നത്. അതായത് വൈകുന്നേരം ഉണ്ടാക്കി പിറ്റേന്ന് രാവിലെ എടുക്കാമെന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇന്ന് രാവിലെ ആയിട്ട് നമ്മളിത് തുറന്നു നോക്കലാട്ടോ. അപ്പോൾ തുറന്നു നോക്കി അടിപൊളി എന്ന് പറഞ്ഞാൽ സത്യം പറയാലോ, ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയുന്നില്ല, ഐസ്ക്രീം നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന അതേ ലുക്കിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിവിടെ കറണ്ട് പോക്കും വരത്തൊക്കെ ആയതുകൊണ്ട് ചെറുതായിട്ടൊന്ന് മെൽറ്റായി പോയിട്ടുണ്ട്. പക്ഷേങ്കിൽ ബാക്കി ടെക്സ്ചറും ടേസ്റ്റും ഒക്കെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റിൽ കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ശരി.